കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കലാരൂപമുണ്ട് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ കാർവിംഗ്. പഴങ്ങളിലും പച്ചക്കറികളിലും മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കി ആസ്വാദകരെ ഞെട്ടിക്കുന്ന ഒരു കലാകാരിയുണ്ട് ഷാർജയിൽ. കോഴിക്കോട് സ്വദേശിനി മിനി മനോജ്. വിഭവങ്ങളുടെയും വിരുന്നുകളുടെയും ലോകത്ത് വിസ്മയം തീർക്കുന്ന ഒരു ഭക്ഷ്യകലാരൂപമുണ്ട് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ കാർവിംഗ്. പഴങ്ങളെ തങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല രൂപങ്ങളിലേക്ക് മാറ്റുന്നതാണ് സംഗതി. തണ്ണിമത്തനോ മാങ്ങയോ കൈതച്ചക്കയോ ആപ്പിളോ എന്നു വേണ്ട മിക്ക പഴങ്ങളും ഇതിനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. പഴങ്ങളിൽ വിരിയുന്ന പുഷ്പങ്ങളും അലങ്കാര വസ്തുക്കളുമൊക്കെ കാണുമ്പോൾ യഥാർത്ഥ രൂപങ്ങളെപ്പോലും വെല്ലുന്നവയാണല്ലോ എന്നോർത്ത് അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്യും. പഴങ്ങളും പച്ചക്കറികളും വിവിധ രൂപങ്ങളിൽ കൊത്തിയെടുത്ത് സൃഷ്ടിക്കുന്ന ശില്പ കൗതുകങ്ങളുടെ പ്രാധാന്യവും അതുതന്നെ. ഷാർജയിൽ താമസിക്കുന്ന കോഴിക്കോട് സ്വദേശിനിയായ മിനി മനോജിന്റെ കൈ തൊട്ടാൽ മതി പച്ചക്കറികളിലും പഴങ്ങളിലും വിരിയും കാഴ്ച വിരുന്ന്. ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനിരിക്കുന്നവരുടെ വയർ നിറയും മുൻപ് മനസ്സ് നിറയ്ക്കാനായി ആരംഭിച്ച ശ്രമങ്ങളാണ് മനോഹരമായി ഈ കലയിലേക്ക് മിനിയെ എത്തിക്കുന്നത്. ഫ്രൂട്ട്സിലൊക്കെ ഇപ്പോൾ ഫ്രൂട്ട് കാർവിംഗ് എല്ലാം ചെയ്തത് ഇപ്പോൾ നമ്മൾ ഈയിടെയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഈ ഫുഡ് കാർവിംഗ് മീൻസ് ഫുഡ് എന്തുണ്ടാക്കുവാണെങ്കിൽ അതിനൊന്ന് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അത് അതിനോടൊരു താല്പര്യം എങ്ങനെയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് ഓരോ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ അതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഈവൻ നമ്മൾ വീട്ടിൽ ഡെയിലി ഉണ്ടാക്കുന്നതാണെങ്കിൽ ദോശയാണെങ്കിലും ഞാനത് മക്കൾ ചെറുതാകുന്ന സമയത്ത് ദോശ ചെയ്യുകയാണെങ്കിൽ ടെഡി ബിയറിൻ്റെ രൂപത്തിൽ ചെയ്യും, അങ്ങനെ അല്ലെങ്കിൽ ഒരു ഫ്ലവർ ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് അതിനെ ഡെവലപ്പായി പിന്നെ ഈ ഫ്രൂട്ട് കാർവിംഗിലേക്ക് ഇപ്പം താല്പര്യം കൂടി വന്നത്. വീഡിയോകൾ കണ്ട് മറ്റാരുടെ സഹായമില്ലാതെയാണ് മിനി പഴങ്ങളും പച്ചക്കറികളും കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. പഠിച്ചിട്ടില്ല, ഞാൻ ഫ്രൂട്ട്സ് കാർവിംഗ് പഠിച്ചിട്ടില്ല. എനിക്ക് താല്പര്യം കാരണം ഞാൻ എവിടെ എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും അതിലേക്കൊന്ന് ശ്രദ്ധിക്കും. അതിൽ നിന്ന് പിന്നെ അതിൻ്റെ മീൻസ് മെത്തേഡെല്ലാം എനിക്ക് തന്നെ ഞാൻ തന്നെ മനസ്സിലാക്കിയെടുത്തതാണ്. പ്രത്യേകിച്ച് പഠിച്ചിട്ടില്ല. ഏത് പച്ചക്കറികളിലും പഴങ്ങളിലും മനോഹരമായ കലാസൃഷ്ടികൾ ഒരുക്കാമെന്ന് മിനി പറയുന്നു. എന്നാൽ ഓരോന്നിലും ഓരോവിധ ഡിസൈനുകൾ കൊത്തിയെടുക്കാൻ സമയവും ക്ഷമയും അത്യാവശ്യം. എല്ലാ ഫ്രൂട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ ക്ഷമയാണ് അതിന് കാര്യമായിട്ട് വേണ്ടത്. ഈവൻ ഇപ്പോൾ ഈ ഒരു സ്വാനെ ചെയ്തിരിക്കുന്നതാണെങ്കിൽ ഈ ലെറ്റ്യൂസ് ലീഫിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളത് ചെയ്ത് വന്ന് അതിൻ്റെ ആ വിങ്സ് എല്ലാം കറക്റ്റായിട്ട് നിന്ന് നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഇരിക്കും. പക്ഷെ അത്രയും വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ആ ലീഫിൻ്റേത്. അപ്പോൾ അത് നമ്മൾ ലീഫെല്ലാം ഷേപ്പാക്കി വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട രീതിയിൽ അതിന് പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്രസൻറ്റേഷനാണ് മെയിനായിട്ട് ഇതിലെല്ലാം തന്നെ. നമ്മളെല്ലാം ചെയ്തിട്ട് നമ്മൾ ആക്കി വെച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ പ്രസൻറ്റേഷനാണ് മെയിനായിട്ട്. അപ്പോൾ അതിനൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏത് ഫ്രൂട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാം ഇഷ്ടം തന്നെയാണ്. കൂടുതലും ഈ വാട്ടർമെലൺ ആവുന്ന സമയത്ത് അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്യും, അത്ര തന്നെ. മറ്റേതെല്ലാം മൈന്യൂട്ട് വർക്കാണ്. സാധാരണ രൂപത്തിലുള്ള ഒരു വസ്തുവിനെ കലയിലേക്ക് ആവിഷ്കരിച്ചെടുക്കുമ്പോഴുള്ള സംതൃപ്തിയാണ് മിനിയെ മുന്നോട്ട് നയിക്കുന്നത്. ഇത്തരത്തിൽ പഴങ്ങളും പച്ചക്കറികളും മനോഹരമായ രൂപങ്ങളാക്കി ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് സമ്മാനിക്കുകയാണ് പതിവ്. നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിലും റിലേറ്റീവ്സിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിപ്പം ആദ്യം ഞാൻ ചെയ്ത് അങ്ങോട്ട് എൻ്റെ സന്തോഷം ഞാൻ അങ്ങനെ പങ്കിടും. ഇപ്പം എവിടെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയും ആ ഫ്രണ്ട് സർക്കിളിലും ഉണ്ടെങ്കിൽ ആ മിൻചേച്ചി ഇത് കൊണ്ടുവരുന്ന അവർക്കൊരു പ്രതീക്ഷയാണ്. ഞാനത് അവരുടെ പ്രതീക്ഷ തെറ്റിക്കാതെ ഞാനത് ചെയ്ത് കൊടുക്കാറുണ്ട്. കാഴ്ചക്കാർക്ക് അത്ഭുതവും ആഹ്ലാദവും സമ്മാനിക്കുന്ന ഈ കാഴ്ചകൾക്ക് പിന്നിൽ കഠിന അധ്വാനമുണ്ട്.
പഴങ്ങളും പച്ചക്കറികളും തിരഞ്ഞെടുക്കുന്നതിൽ മുതൽ സൂക്ഷ്മത അത്യാവശ്യമാണ്. ഷേപ്പിന് നമ്മൾ വലിയൊരു പ്രാധാന്യം കൊടുക്കണം. കാരണം നമ്മളൊരു വാട്ടർമെലൺ എടുക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത് പല ഷേപ്പിലും വരുമല്ലോ. നമ്മളത് നോക്കിയിട്ട് ഇപ്പം ഇവിടെ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാട്ടർമെലൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് എടുത്ത് തരും, ഒരു പീസ് എടുത്ത് തരും. നമ്മളൊരാൾ പോയി നോക്കുന്ന സമയത്ത് അപ്പം സോറി പീസല്ല വേണ്ടത്, നമുക്കിത് കാർവ് ചെയ്യാനാന്ന് പറയുന്നപ്പോൾ അവർക്കും ഏകദേശം ഒരു ഐഡിയ ഉള്ളവരാണെങ്കിൽ അവർ ഷേപ്പ് നോക്കിയിട്ട് തരും. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന അവിടുത്തെ ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ സെയിൽസ് ബോയ്സ് എനിക്ക് വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവർ ഷോക്കി മീൻസ് അവിടെ വെച്ചിരിക്കുന്ന പീസിൽ അതിനേക്കാൾ ഷേപ്പ് ഉണ്ടോ നോക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് അവരുടെ സ്റ്റോറേജിൽ പോയിട്ട് നോക്കിയിട്ട് വരെ എനിക്ക് കൊണ്ടു തരാറുണ്ട്. അതൊക്കെ വലിയൊരു സപ്പോർട്ടാണ് എനിക്ക്. മിനിയുടെ കാർവിംഗിലുള്ള നൈപുണ്യം തിരിച്ചറിഞ്ഞ് നിരവധി പേരാണ് സംശയങ്ങളുമായി സമീപിക്കുന്നത്. നിരവധി പേർ ഈ കലാകാരിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഈ മേഖലയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. തരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ചെയ്ത് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഈ ഫോണിലാണെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈനാണെങ്കിലും തന്നെ ഇങ്ങനെ അത് ഡൗട്ടുകളൊക്കെ ചോദിച്ചു. പിന്നെ എനിക്ക് കൂടുതൽ സപ്പോർട്ട് എൻ്റെ ഫ്രണ്ട്സായാലും ഞാനിത് ചെയ്യുന്നതെന്ന് അറിയുന്നവർ അവർക്ക് എവിടെയോ ഈ ഒരു കാർവിങ്ങിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരുന്നത് എനിക്ക് വലിയൊരു സപ്പോർട്ടും അംഗീകാരമാണ്. കാരണം പലരും ചെയ്യുന്നുണ്ട് ആണെങ്കിലും അവരെനിക്കത് ചെയ്തു തരുന്നത് എനിക്ക് ഒന്നുകൂടി അതിനെ ബെറ്റർ ആക്കാൻ നല്ലൊരു ഇത് കിട്ടാറുണ്ട്, അവസരങ്ങൾ കിട്ടാറുണ്ട്. പഴങ്ങളും പച്ചക്കറികളും പല രൂപത്തിലേക്ക് മാറ്റുന്നത് മാത്രമല്ല, മിനിയുടെ കഴിവുകൾ പലതാണ്. നല്ല ഡിസൈനറും എഴുത്തുകാരിയും ഒക്കെയാണ്. അല്ലാതെ ഞാൻ ഈ ഡ്രസ് ഡിസൈനിങ് നമ്മളിതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ തന്നെ ഞാൻ ഡിസൈൻ ചെയ്യുന്നത് കാണുന്ന സമയത്തല്ല ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് തനിയെ തന്നെയാണ് ഡിസൈൻ ചെയ്യാറ്. പിന്നെ ബാഗെല്ലാം ചെയ്യും. പിന്നെ നെറ്റിപ്പട്ടം, ഈ വോൾ ഹാങ്ങർ നെറ്റിപ്പട്ടം ഉണ്ടല്ലോ അത് ചെയ്യും. അങ്ങനെ എന്താ പറയുക, ക്രിയേറ്റിവിറ്റി നമുക്ക് വലിയ താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനത്തെ ഇതെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ കവിതകൾ എഴുതാറുണ്ട്. പിന്നെ 2 സോങ് യൂട്യൂബ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഡിവോഷണൽ സോങ്ങാണ്. ഒന്ന് ശിവഭക്തിഗാനം, ഒന്ന് കൃഷ്ണഭക്തിഗാനം. കൃഷ്ണഭക്തിഗാനത്തിൽ നമ്മൾ സിന്ധു പ്രേംകുമാറാണ് പാടിയിരിക്കുന്നത്. ശിവഭക്തിഗാനത്തിൽ അനൂപ് ശങ്കറാണ് പാടിയിരിക്കുന്നത്. കുടുംബത്തിന്റെ പിന്തുണയാണ് മിനിയുടെ കരുത്ത്. ഭർത്താവ് മനോജും മകൻ മിഥുനും മകൾ മഞ്ജുശ്രീയും പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട്. നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇപ്പം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആവശ്യമില്ലെങ്കിലും അത് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവരും അത് വാങ്ങിക്കൊണ്ട് തരാനും അതിന് സപ്പോർട്ട് ചെയ്യാനും അത് വലിയൊരു ഘടകമാണ്. അത് കാരണം നമുക്ക് നമ്മുടെ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഇതിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഏതൊരാൾക്കാണെങ്കിലും അത് എൻ്റെ ഒരു മെസ്സേജ് ആയിട്ടാണെങ്കിലും കരുതാം. ഫാമിലി സപ്പോർട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അതില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നല്ലാതെ അതിനെ ഡെവലപ്പാക്കാനോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒത്തുവരാനൊക്കെ വലിയ പ്രയാസമാണ്. അത് നമ്മൾ മെൻ്റൽ സപ്പോർട്ടായാലും അല്ലാതെ എല്ലാ സപ്പോർട്ടും അത് വലിയൊരു ആവശ്യത്തിനാണ്. ഇത് എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു കത്തിയും ക്രിയേറ്റീവായ ഒരു മനസ്സുമുണ്ടെങ്കിൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ കാർവിംഗ് ആർക്ക് സാധ്യമാകുമെന്ന് മിനി തെളിയിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, അടുക്കളയ്ക്കകത്ത് ലഭ്യമാകുന്ന പഴങ്ങളും പച്ചക്കറികളും മാത്രം മതി ഈ ഹോബി വികസിപ്പിച്ചെടുക്കാൻ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.